ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ എന്ന BBC ഇന്ത്യയുടെ പ്രധാന വാർത്തയായി 2 ഭാഗങ്ങളായി സംപ്രേഷണം ചെയ്ത ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെൻ്ററി വാർത്താലോകം കൈയടക്കി കളഞ്ഞു. 2002 ഗുജറാത്ത് കൂട്ടക്കൊല ആസൂത്രിതമായിരുന്നു എന്നും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് അതിൽ നേരിട്ട് പങ്കുണ്ടെന്നും ഡോക്യുമെൻ്ററി സമർത്ഥിച്ചു. ആ കാലത്ത് ബ്രിട്ടീഷ് ഔദ്യോഗിക സംഘം ഗുജറാത്തിൽ വന്ന് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് മോദിയെ കുറ്റപ്പെടുത്തുന്നതാണെന്ന് BBC വെളിപ്പെടുത്തി. ബ്രിട്ടനിലെ വിദേശകാര്യ സെക്രട്ടറിയായിരുന്ന ജാക്ക് സ്ട്രോ ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ BBCയോട് വിശദീകരിച്ചു. അക്രമം രാഷ്ട്രീയ പ്രേരിതമായിരുന്നു. ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ നിന്ന് ന്യൂനപക്ഷക്കാരെ ഉന്മൂലനം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. വംശഹത്യയുടെ എല്ലാ ലക്ഷണങ്ങളും ഇതിനുണ്ട്. മോദിക്ക് നേരിട്ട് ഉത്തരവാദിത്തം. The report, sent as a diplomatic cable and marked restricted, has never been published before. Extent of violence much greater than reported. Widespread and systematic rape of Muslim women. Violence politically motivated. Aim was to purge Muslims from Hindu areas. Their systematic campaign of violence has all the hallmarks of ethnic cleansing. അക്രമം തടയാൻ പോലീസ് ഒന്നും ചെയ്തില്ലെന്ന ആരോപണത്തെപ്പറ്റി മുഖ്യമന്ത്രി മോദിയോട് ചോദിച്ചിരുന്നു. ആരോപണം തെറ്റാണെന്നായിരുന്നു മറുപടി. Did the police under your command do enough to stop the riots? Not only enough, but excellent work they have done. Excellent work. Excellent work they have done. Within 72 hours, we were able to control such a violence. More than 500 people dead, most of them innocent civilians, and you're calling this excellent work? I'm not happy what happened, but what we have done, I'm happy. Everyone we've spoken to have said that the police did absolutely nothing. This is absolutely false propaganda. This is not the truth. BBC ഡോക്യുമെൻ്ററിയെ പറ്റി ഇന്ത്യൻ വിദേശകാര്യ വക്താവ് പറഞ്ഞത്, ഞാൻ കണ്ടിട്ടില്ല എങ്കിലും കിട്ടിയ വിവരമനുസരിച്ച് അത് കുപ്രചരണമാണ് എന്നാണ്. This has not been screened in India, so I am only going to comment on the context of what I have heard about or have my colleagues have seen. Let me just make it very clear. We think this is a propaganda piece designed to push a particular discredited narrative. The bias, a lack of objectivity, and frankly a continuing colonial mindset is blatantly visible. 2002 ഗുജറാത്ത് വംശഹത്യയാണ് BBC ഡോക്യുമെൻ്ററി 1ാം എപ്പിസോഡിൻ്റെ വിഷയമെങ്കിൽ മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഇന്ത്യയിൽ നടക്കുന്ന വർത്തമാനകാല സംഭവങ്ങളാണ് 2ാം എപ്പിസോഡിലുള്ളത്. പ്രത്യേകിച്ച് 2019 മോദി 2ാം വട്ടം പ്രധാനമന്ത്രി ആയതിനു ശേഷം നിയമങ്ങളും നയങ്ങളും വിഭാഗീയം, വംശീയ കലാപങ്ങൾക്ക് ഉത്തരവാദികളെ ശിക്ഷിക്കാതിരിക്കുന്ന അവസ്ഥ, മോദി ഭരണം ഭിന്നിപ്പിൻ്റേത് എന്ന് ഡോക്യുമെൻ്ററി അഭിപ്രായം പറയുകയല്ല, തെളിവുകൾ അവതരിപ്പിക്കുകയാണ്. ആൾക്കൂട്ട കൊലകൾ, പോലീസിൻ്റെ വിവേചന മുറകൾ, പൗരത്വ ഭേദഗതി, പ്രതിഷേധങ്ങൾക്കെതിരെ മർദ്ദനമുറകൾ, ജാമിയ ലൈബ്രറിയിലെ വേട്ട, ഇരകളും കുടുംബങ്ങളും നേരിടേണ്ടി വന്ന പീഡനങ്ങൾ തുടങ്ങി സാക്ഷി മൊഴികളും ദൃശ്യങ്ങളും വരെ. പ്രൊഫഷണൽ ജേർണലിസത്തിൻ്റെ തേട്ടമനുസരിച്ച് സർക്കാർ പക്ഷ വീക്ഷണങ്ങളും പ്രാധാന്യപൂർവ്വം ഡോക്യുമെൻ്ററിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പേടി കാരണം 30-ലധികം പേർ ഒന്നും പറയാൻ തയ്യാറായില്ല. സർക്കാരിൻ്റെ പ്രതികരണം ചോദിച്ചെങ്കിലും കിട്ടിയില്ല. ഒന്നും പ്രതികരിക്കാതിരുന്ന സർക്കാരാണ് പിന്നീട് ബ്രിട്ടീഷ് കൊളോണിയൽ മനോഭാവം എന്ന് ഡോക്യുമെൻ്ററിയെ ആക്ഷേപിക്കുന്നത്. പ്രശസ്ത ഡോക്യുമെൻ്ററി നിർമ്മാതാവ് സാധന സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഇതിൽ രേഖകളും ദൃശ്യങ്ങളുമാണ് സംസാരിക്കുന്നത്. ബ്രിട്ടീഷ് സർക്കാർ രഹസ്യമാക്കി വച്ചിരുന്ന അന്വേഷണ റിപ്പോർട്ടാണ് ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് പറയുന്ന ഒരു രേഖ. മോദിക്കെതിരെ ബ്രിട്ടനിൽ അന്വേഷണ റിപ്പോർട്ടുണ്ടായിരുന്നെന്ന് അന്നത്തെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന ജാക്ക് സ്ട്രോ കരൺ താപ്പറോട് വിശദീകരിച്ചു. മോദി ബ്രിട്ടനിൽ ചെന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടാവുന്ന അവസ്ഥ വരെ ഉണ്ടായിരുന്നത്രേ. Satyabrat Pal, who was India's Deputy High Commissioner in England in those days, wrote an article in 2015 which was reprinted 3 days ago, where he said that the British Foreign Office had contacted the Indian High Commission to say Mr. Modi must not visit England in 2003 because you were very seriously worried there could either be a citizen's arrest or maybe a magistrate might actually order an official arrest. What I can tell you is that there was concern about Mr. Modi's visit, and not for 2 reasons. I mean, one was
the fact that it's possible for him to be arrested. ഗോധ്ര ദുരന്തം അക്രമത്തിന് ഒഴികഴിവായി തീർന്നുവെന്നും അതില്ലായിരുന്നെങ്കിൽ മറ്റെന്തെങ്കിലും പ്രകോപനം അക്രമികൾ കണ്ടെത്തുമായിരുന്നുവെന്നും ബ്രിട്ടീഷ് രഹസ്യ റിപ്പോർട്ട് പറഞ്ഞു. അന്ന് ഗുജറാത്തിലുണ്ടായിരുന്ന പലരും അക്രമങ്ങളിലെ പോലീസ് വിവേചനം സ്ഥിരീകരിക്കുന്നു. 2002 അവരെ ഒരു പാഠം പഠിപ്പിച്ചു എന്ന അമിത്ഷായുടെ ഈയിടത്തെ പ്രസംഗവും ഇതിനോട് ചേർത്ത് വായിക്കുന്നവരുണ്ട്. സർക്കാർ മറുപടി പറഞ്ഞത് തെളിവുകൾ കൊണ്ടല്ല, ഇത് വെറും പ്രോപ്പഗാൻഡ, കൊളോണിയൽ മനസ്സ് തുടങ്ങിയ മുൻവിധി പ്രകടിപ്പിച്ചാണ്. കാണുന്നതിന് മുൻപേ വിമർശനം. സത്യത്തെയാണോ ഭയക്കുന്നത്? BBC ഡോക്യുമെൻ്ററി യൂട്യൂബിലും ട്വിറ്ററിലും മറ്റും സർക്കാർ വിലക്കി. അതോടെ വിപരീത അനുഭവമാണ് ഉണ്ടായത്. കൂടുതൽ ആളുകൾ അത് ശ്രദ്ധിച്ചു. ഇൻ്റർനെറ്റിൽ കൂടുതലായി വീക്ഷിക്കപ്പെട്ടു. ഡോക്യുമെൻ്ററി പ്രദർശനം തന്നെ മുഖ്യ രാഷ്ട്രീയ പ്രവർത്തനമായി. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഡോക്യുമെൻ്ററി പ്രദർശനം നടന്നു. ക്യാമ്പസുകളിൽ, പൊതു ഇടങ്ങളിൽ വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും അത് കാണിച്ചു. ചിലയിടത്ത് സംഘർഷമുണ്ടായി. BJP ഒഴിച്ചുള്ള പാർട്ടികൾ ഡോക്യുമെൻ്ററി വിലക്കിനെ എതിർത്തു. വിലക്ക് തന്നെ രാഷ്ട്രീയ ചർച്ചയായി. അടിയന്തരാവസ്ഥയിൽ നേരിട്ട് വിലക്കായിരുന്നു മാധ്യമങ്ങൾക്ക്. ഇപ്പോൾ സമൂഹ മാധ്യമ കമ്പനികളോട് ഉത്തരവിട്ടും വൈദ്യുതി ബന്ധം കളഞ്ഞുമൊക്കെ വിലക്ക് നടപ്പാക്കുന്നു. അതിനെ ചെറുക്കാനാണ് പ്രദർശനങ്ങളും ഇൻ്റർനെറ്റിലൂടെയുള്ള കൈമാറ്റവുമൊക്കെ. BBC-യാണ്, ബ്രിട്ടൻ അല്ല ഡോക്യുമെൻ്ററിയുടെ കർത്താവ്. അവരാകട്ടെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആധികാരിക വിവരങ്ങളും രേഖകളും വെച്ചാണ്. ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഇത്തരമൊന്ന് നിർമ്മിക്കാൻ കഴിയാതെ പോയി? ഒരു കാരണം ഭയമാകണം. കരൺ ഥാപ്പറും N. റാമും മുൻപ് പുറത്തു വന്നിട്ടില്ലാത്ത വിവരങ്ങളും ദൃശ്യങ്ങളും എടുത്തു കാട്ടുന്നു. ലിഞ്ചിങ്ങിനിരയായ അലീമുദ്ദീൻ, ഫൈസാൻ, അസമിൽ പൗരത്വ രേഖകൾ കാണിക്കാനാകാതെ 1.5 വർഷം ജയിലിൽ കിടന്ന നൂർ ഹുസൈനും കുടുംബവും. ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതൊന്നും കാണാഞ്ഞതെന്തേ? This documentary also has, as you correctly pointed out, some very powerful footage and also heart-rending stories of victims that we did not know before. A lot of the footage is new. Those heart-rending stories are almost unique. For instance, there's the story of Alimuddin Ansari, one of the victims of beef lynching. There's the story of Noor Hussain, his wife and their little children, who spent 18 months in a detention center in Assam because they couldn't prove their citizenship. There's Faizan's story and an interview with his heartbroken mother lamenting her son's death, as well as his friend Wasim's eyewitness account of how both he and Faizan were beaten, Faizan in the process ending up dead. I get the feeling that a lot of this footage, a lot of these victim accounts were available for the Indian media if they wanted to find them. After all, they are from our country. The victims are our fellow citizens, but our media didn't make that effort to find the footage, to put it together, or to contact the victims. പേടിച്ചിട്ടാവാം എന്ന് N. റാം. I fully agree. I think our mainstream media and also the others, the non-mainstream media, failed to do the minimum in this context. Perhaps there was fear, that was a deterrent. There was intimidation, or some of them had their own ideas of what should be covered. But it was a significant failure of the Indian news media to, including television channels, to do what was right. ഡോക്യുമെൻ്ററി വിലക്കിയ നടപടി മാധ്യമ സ്വാതന്ത്ര്യത്തിനായുള്ള മുറവിളി ശക്തിപ്പെടുത്തിയിരിക്കാം. ചെറുത്തുനിൽപ്പിന് ശക്തി പകർന്നിട്ടുണ്ടാകാം. IT നിയമത്തിലെ അടിയന്തരാധികാരം ഉപയോഗിച്ച് ഒരു ഡോക്യുമെൻ്ററി വിലക്കുന്നത് സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കി. യാഥാർത്ഥ്യമല്ല, ഇമേജാണ് സർക്കാരിന് പ്രധാനം എന്ന സന്ദേശം കൂടി ഇത് നൽകി. സുതാര്യതയെ ഭയപ്പെടുന്ന ഭരണകൂടം, പ്രതിച്ഛായ മാത്രം നോക്കുന്നവർക്ക് ഇത് തിരിച്ചടിയെന്ന് നിരീക്ഷകർ എഴുതി. വരുതിയിൽ വരാത്ത മാധ്യമങ്ങളെ നേരിടാനുള്ള മാർഗം NDTVയുടെ ഗതി ഓർത്തുകൊണ്ട് കാർട്ടൂണിസ്റ്റ് നിർദ്ദേശിക്കുന്നു. BBC മൊത്തം വാങ്ങി സ്വന്തമാക്കുക. അലമാരയിലെ അസ്ഥികൂടങ്ങൾ പുറത്തു വരുന്നു. എല്ലാം വെറും പ്രോപ്പഗൻഡയെന്ന് സർക്കാർ.
വിധേയ മാധ്യമങ്ങൾ സ്വയം വെളിപ്പെടാനും ഇതെല്ലാം ഇടയാക്കി. കണ്ണടച്ചുള്ള വിലക്ക്, പ്രതിച്ഛായയെ പറ്റിയുള്ള അമിതമായ ആധി, മാധ്യമങ്ങളുടെ വിധേയത്വം. BBC ആകട്ടെ ഡോക്യുമെൻ്ററിയിൽ ഉറച്ചു നിൽക്കുന്നു. ഡോക്യുമെൻ്ററി വിലക്ക് തിരിച്ചടിയായി എന്ന് വിലയിരുത്തുന്നവർ ധാരാളമുണ്ട്. ഭരണകൂടത്തെ മാത്രമല്ല, ഇന്ത്യൻ മാധ്യമ ലോകത്തെയും അത് തുറന്നു കാട്ടുന്നു. വിലക്ക് അതിന് അന്താരാഷ്ട്ര ശ്രദ്ധയും നേടിക്കൊടുത്തു. മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്ന് G7 കൂട്ടായ്മയിൽ ഇന്ത്യ അടക്കം പ്രതിജ്ഞ ചെയ്തത് ഈയിടെയാണ്. ഓഫ്ലൈനായും ഓൺലൈനായും മാധ്യമ സ്വാതന്ത്ര്യത്തിനായി നിലകൊള്ളും എന്ന്. ഇത്ര വേഗം അത് ലംഘിച്ചതും രാജ്യത്തിൻ്റെ പ്രതിച്ഛായ ഇടിച്ചു. ഡോക്യുമെൻ്ററിയുടെ ഉള്ളടക്കം കൂടുതൽ വ്യാപകമായി പുറത്തറിഞ്ഞു. ആഗോളതലത്തിൽ പത്രങ്ങൾ, ചാനലുകൾ, ഓൺലൈൻ സൈറ്റുകൾ, ഏജൻസികൾ എല്ലാം അത് പ്രധാന വാർത്തയാക്കി. ഗാർഡിയൻ, ഗൾഫ് ന്യൂസ്, ദോഹ ന്യൂസ്, ബ്രിട്ടനിലെ സ്കൈ ന്യൂസ്, CNN, അൽ ജസീറ, CNBC, അറബ് ന്യൂസ്, റോയിറ്റേഴ്സ്, പെനിൻസുല, ജർമ്മനിയിലെ ഡോയ്ഷെ വെലെ, മിഡിൽ ഈസ്റ്റ് ഐ, ഇൻഡിപെൻഡൻറ്റ്, ബ്ലൂംബർഗ്, ഓസ്ട്രേലിയയിലെ SBS, തുർക്കിയിലെ TRT വേൾഡ്, ടൈം, വോയിസ് ഓഫ് അമേരിക്ക തുടങ്ങി പ്രമുഖ മാധ്യമങ്ങളും അവയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും BBC ഡോക്യുമെൻ്ററിക്ക് വൻ പ്രചാരമാണ് നൽകിയത്. കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് പോലുള്ള സംഘടനകൾ ഇന്ത്യയോട് വിലക്ക് നീക്കാൻ ആവശ്യപ്പെട്ടു. ഈ പടത്തിലെ ബാർബറ സ്ട്രൈസൻഡ് ഒരാൾക്കെതിരെ കേസ് കൊടുത്തു. തൻ്റെ മണിമാളികയുടെ പടം പരസ്യപ്പെടുത്തിയതിനായിരുന്നു കേസ്. എന്നാൽ അക്കാരണത്താൽ മാത്രം അത് കൂടുതൽ പരസ്യമായി. BBC ഡോക്യുമെൻ്ററിക്കും ഈ സ്ട്രൈസൻഡ് പ്രഭാവം ഉണ്ടായിരിക്കുന്നു. എന്ത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചോ അത് അക്കാരണത്താൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥിതി. ഇന്ത്യയിൽ ഇത് വലിയ മാറ്റമുണ്ടാക്കാനിടയില്ല. പക്ഷേ ലോകതലത്തിൽ നമ്മുടെ പേര് ഒന്നുകൂടി ഇടിയാൻ അത് കാരണമായി.